ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് വീണ്ടെടുത്ത ലോറിയുടെ ക്യാബിനിൽ കണ്ടെത്തിയ അർജുന്റെ മൃതദേഹം തന്നെയെന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെ DNA സാമ്പിളുമായാണ് കണ്ടെടുത്ത മൃതശരീരത്തിലെ DNA കാർവാറിലെ ഫോറൻസിക് ലാബിൽ ഒത്തുനോക്കിയത്. അർജുന്റെ തുടയെല്ലും നെഞ്ചിന്റെ ഭാഗത്തുള്ള വാരിയെല്ലിന്റെ ഒരു ഭാഗമാണ് അയച്ചത്. പരിശോധനയിൽ സ്ഥിരീകരിച്ചതോടെ മൃതദേഹ ഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആശുപത്രിയിലെ നടപടിക്രമങ്ങൾക്ക് 2 മണിക്കൂർ എടുത്തേക്കും. അതിനുശേഷം കേരളത്തിലേക്ക് തിരിക്കും. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ മൃതദേഹം എത്തിക്കുന്ന രീതിയിൽ തിരിക്കാനാണ് സഹോദരി ഭർത്താവായ ജിതിനും അനുജൻ അഭിജിത്തും തയ്യാറെടുക്കുന്നത്. കർണാടക പോലീസിലെ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ആംബുലൻസിന്റെ സുരക്ഷാ ചുമതല നൽകിയിരിക്കുന്നത്. കാർവാർ MLA സതീഷ് സെയിൽ ആംബുലൻസിനെ അനുഗമിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി കിട്ടിയാൽ കാർവാർ SP M നാരായണൻ കൂടി മൃതദേഹത്തെ അനുഗമിക്കും. മൃതദേഹവുമായുള്ള കേരളത്തിലേക്കുള്ള യാത്രയ്ക്കായി ആംബുലൻസും മൊബൈൽ ഫ്രീസറും അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്നും ജില്ലാ ഭരണകൂടം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെന്നും AKM അഷറഫ് MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ലോറി അർജന്റീന തന്നെയെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ കാണാതായി 72 ദിവസം ലഭിച്ച മൃതദേഹം തിരിച്ചറിയാനാകാത്തതിനാൽ നിയമ നടപടികൾക്കനുസരിച്ച് DNA പരിശോധന നടത്തുകയായിരുന്നു. അർജുന്റെ വാച്ച്, ചെരുപ്പ്, മൊബൈൽ ഫോണുകൾ, പ്രഷർ കുക്കർ, സ്റ്റീൽ പാത്രങ്ങൾ, മകന്റെ കളിപ്പാട്ടം, കുപ്പിവെള്ളം, കവറിൽ സൂക്ഷിച്ച ധാന്യങ്ങൾ, വാഹനവുമായി ബന്ധപ്പെട്ട രേഖകളും തുടങ്ങിയവയെല്ലാം ക്യാബിനിൽ നിന്ന് കണ്ടെടുത്തിയിരുന്നു. ലോറിയുടെ മെക്കാനിക് ഉപകരണങ്ങൾ അടങ്ങിയ ബാഗും കണ്ടെത്തി. ലോറി ഉടമയായ മനാഫും സംഘവും ഇന്നലെ രാത്രി നാട്ടിലേക്ക് തിരിച്ചിരുന്നു. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും സഹോദരൻ അഭിജിത്തും ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിക്കും. ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിന്റെ എല്ലാ ചെലവും കേരള സർക്കാർ വഹിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം അങ്കോള പോലീസ് സ്റ്റേഷനിലെ മാൻ മിസ്സിംഗ് കേസും അവസാനിപ്പിക്കും.